നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ സൗദി വ്യാപാര നിക്ഷേപ ബന്ധത്തിന് വലിയ സാധ്യതകളെന്ന് ജിദ്ദയിൽ നടന്ന ഇന്ത്യ സൗദി അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് കണക്ട്. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി നിക്ഷേപകർ പങ്കെടുത്തു. ഇന്ത്യയിലെ പ്രമുഖ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിക്ഷേപ സാധ്യതകൾ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ വിപുലമായ വ്യാപാര നിക്ഷേപാവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സൗദി അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് കണക്ട് സംഘടിപ്പിച്ചത്. ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ സൗദിയിലെ പ്രമുഖ നിക്ഷേപകർ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയിലെ ഇന്ത്യൻ നിക്ഷേപം സമീപകാലത്ത് മാത്രം $3 ബില്യൺ കടന്നതായി അംബാസഡർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന സൗദി നിക്ഷേപ മന്ത്രാലയത്തിലെ സെൻട്രൽ ഓഫീസ് ഡയറക്ടർ അഹമ്മദ് അൽ ജുറയ്യാൻ പറഞ്ഞു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന സൗദികൾക്ക് സുഗമമായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായവും ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുമെന്ന് സ്വാഗതം പറഞ്ഞ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. This event is designed not only to provide valuable information, but also to bring stronger connections between our two sides. That is why we chose the title Investment Connect. So, because we see today's event as an opportunity to foster deeper collaborations and establishing lasting ties between Saudi and Indian investors. Further, I want to assure you that the consulate will remain actively engaged in supporting Saudi investors throughout their journey. We are here to handhold you, facilitate connections, and ensure that your investment experiences in India are smooth and successful. ഇന്ത്യൻ വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അംബാസഡർ ഡോക്ടർ ജെമിനി ഭഗവതി മുഖ്യ പ്രഭാഷണം നടത്തി. റിയാദ് ഇന്ത്യൻ എംബസിയിലെ ഇക്കണോമിക് ആൻഡ് കൊമേഴ്സ് കൌൺസിലർ മനുസ്മൃതി, നിയമവിദഗ്ധരായ ബദ്രി നാരായണൻ, ലക്ഷ്മി കുമാരൻ, വൈഭവ് കക്കർ, നീരജ് അഗർവാൾ എന്നിവർ ഇന്ത്യയിലെ നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും അവതരിപ്പിച്ചു. സൗദിയിലെ പെട്രോമിൻ, അബ്ദുൽ ലത്തീഫ് ജമീൽ, ഗൾഫ് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ പ്രതിനിധികൾ ഇന്ത്യയിലെ നിക്ഷേപാനുഭവങ്ങൾ പങ്കുവച്ചു. പ്രമുഖർ പങ്കെടുത്ത പാനൽ ഡിസ്കഷനും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപാവസരങ്ങൾ അവതരിപ്പിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദുബായിലെ ആഡംബര വാഹനങ്ങളുടെ ശ്രേണിയിലേക്ക് ഒന്നുകൂടി ലോക പ്രശസ്ത കസ്റ്റമൈസ്ഡ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ടെക് ആർട്ടിന്റെ ഏറ്റവും പുതിയ മോഡൽ ടെക് ആർട്ട് മാഗ്നം ദുബായിൽ പുറത്തിറങ്ങി. ആദ്യമായാണ് ജർമ്മനിക്ക് പുറത്ത് ടെക് ആർട്ട് വാഹനം നിർമ്മിക്കുന്നത്. മികച്ച ജീവിത നിലവാരവും ലോകമെമ്പാടുമുള്ള ആളുകൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നഗരമെന്ന നിലയിലും ദുബായ്ക്കുള്ള ഉയർന്ന സ്ഥാനമാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെന്ന് ടെക് ആർട്ട് സിഇഒ ബെനഡിക്ട് വോൺ കനാൽ അറിയിച്ചു. വെറും 2.6 സെക്കൻഡ് സമയം കൊണ്ട് 100 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ സാധിക്കുന്ന വാഹനമാണ് മാഗ്നമെന്നും പുതിയ വാഹനം മികച്ച ഇന്റീരിയർ ഉൾപ്പെടെ സജ്ജമാക്കിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നും അധികൃതർ ദുബായിൽ അറിയിച്ചു. ദ ബി സ്കൂൾ ഇന്റർനാഷണലിന്റെ പ്രവർത്തനം ജിദ്ദയിൽ ആരംഭിച്ചു. ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ജിദ്ദയിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഫൈസൽ പി സെയ്ദ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. ബിസിനസ്സുകാർക്കായി കഴിഞ്ഞ 18 വർഷമായി പ്രവർത്തിക്കുന്ന ദ ബി സ്കൂൾ ഇന്റർനാഷണൽ കഴിഞ്ഞ ദിവസമാണ് ജിദ്ദയിൽ ആരംഭിച്ചത്. വെല്ലുവിളികളും പുതിയ സാധ്യതകളും കണ്ടെത്തി ബിസിനസ് വളർത്താൻ ബിസിനസ്സുകാരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. സാധാരണക്കാരായ ബിസിനസ്സുകാരുടെ തിരക്കും സൗകര്യവും കണക്കിലെടുത്താണ് ക്ലാസുകൾ നടക്കുക. ജിദ്ദയിൽ ദ ബി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ സൗദിയിലെ മലയാളികളായ നിരവധി നിക്ഷേപകർ പങ്കെടുത്തു. ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനറും ബി സ്കൂൾ അക്കാദമിക് ഡയറക്ടറും ഡീനുമായ ഫൈസൽ ബി സയ്യിദ് പരിശീലനത്തിന് നേതൃത്വം നൽകി. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ജിദ്ദയിലോ അല്ലെങ്കിൽ റിയാദിലോ ദമാമിലോ നിൽക്കുന്ന ഒരു ബിസിനസ്സിനെ വോൾ സൗദിയിലേക്ക് വ്യാപിപ്പിക്കാൻ, GCCയിലേക്ക് കൊണ്ടുപോകാൻ, ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നല്ല ലീഡേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് എന്താവുന്നത് ഇവിടെ നടക്കുന്നത്. ഇത് നാട്ടിൽ ധാരാളം ബിസിനസ്സുകാരെ ട്രാൻസ്ഫോം ചെയ്താണ്, അതേപോലെ തന്നെ ദുബൈയിലും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബി സ്കൂൾ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ, ഓപ്പറേഷൻസ് ഡയറക്ടർ അഖിൽ മുഹാദ്, അലി അബ്ദുള്ള, സൗദി ഡയറക്ടർമാരായ നജീബ് മുസ്ലിയാരകത്ത്, മുഹമ്മദ് യൂനിസ് എന്നിവർ സംസാരിച്ചു. അൽഹംറ പലസ്തീൻ റോഡിൽ ജാംസം കൊമേഴ്ഷ്യൽ സെന്ററിന്റെ 5ാമത്തെ നിലയിലാണ് ജിദ്ദയിലെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഏപ്രിൽ പകുതിയോടെ ക്ലാസുകൾ ആരംഭിക്കും. മലയാളികളായ ബിസിനസ്സുകാരെ പരിഗണിച്ച് മലയാളത്തിലായിരിക്കും പരിശീലനം നൽകുകയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.
റമദാനെ വരവേൽക്കാനായി റമദാൻ വിത്ത് ലുലു എന്ന പേരിൽ മികച്ച ഓഫറുകളുമായി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. വീട്ടുസാധനങ്ങൾ, ഫാഷൻ ആക്സസറീസ്, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം ഓഫറുകളുണ്ട്. 6000-ൽ പരം ഉൽപ്പന്നങ്ങൾക്ക് പകുതിയിൽ കൂടുതൽ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു. റെഡി ടു പ്രിപ്പയർ ഫുഡ്, ഡെസേർട്സ്, ചീസുകൾ, കോൾഡ് കട്ട്സ്, കുട്ടികളുടെ പ്രത്യേക ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യൽ ഓഫറുകളുണ്ട്. ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹെൽത്തി റമദാൻ സ്പെഷ്യൽ പ്രമോഷനും ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാൻ 50 മുതൽ 500 റിയാൽ വരെയുള്ള ഗിഫ്റ്റ് കാർഡുകളും ലഭ്യമാണ്. സൗദി ഫുഡ് ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ 15 റിയാലിന്റെ ഗിഫ്റ്റ് പാക്കും 99 റിയാലിന്റെ ഗ്രോസറി കിറ്റും ലുലു ഒരുക്കിയിട്ടുണ്ട്. ചാരിറ്റി പ്രീ പാക്ഡ് ബോക്സും ഇഫ്താർ മീൽ ഗിഫ്റ്റ് കാർഡും ലഭ്യമാണ്. വിശുദ്ധ മാസത്തിൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളതെന്നും വിലവർദ്ധനവ് തടയാൻ പ്രൈസ് ലോക്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശത്തിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിച്ച പ്രവാസികൾ. യുഎഇയിലെ ഷിപ്പിംഗ് കമ്പനികളുടെ ക്രിക്കറ്റ് ലീഗ് നടന്നു. ടൂർണമെന്റിൽ 18 ഷിപ്പിംഗ് കമ്പനികളാണ് പങ്കെടുത്തത്. ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ കോംപാസ് ലോജിസ്റ്റിക്സ് ചാമ്പ്യൻസ് ട്രോഫിയും ട്രാൻസ്മിഷൻ സീ ഷിപ്പിംഗ് റണ്ണറപ്പ് ട്രോഫിയും കരസ്ഥമാക്കി. വിജയികൾക്ക് രമേശ്, ഫിലിപ്സ്, വിനീത്, ഷൈബു എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. ഷിപ്പിംഗ് വ്യവസായത്തിൽ ഐക്യവും സൗഹൃദവും വളർത്തുക എന്നതാണ് എഗോൺ ക്രിക്കറ്റ് ലീഗിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. നിർത്തിവച്ചിരുന്ന ഗസ ബന്ദി കൈമാറ്റം പുനരാരംഭിക്കാൻ ഇസ്രായേലും ഹമാസും ധാരണയിലെത്തി. ഹമാസ് 4 മൃതദേഹം കൂടി കൈമാറും. 620 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ഗസയിലെ അടുത്ത ബന്ദി കൈമാറ്റം പുതിയ സംവിധാനം വഴിയായിരിക്കുമെന്ന് ഹമാസ് അറിയിച്ചു. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള പ്രപ്പോസലുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഹമാസ് വ്യക്തമാക്കി. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് വെടിനിർത്തൽ കരാറിന്റെ നിർത്തിവെച്ച ഘട്ടം പുനരാരംഭിക്കാൻ ഇരുകൂട്ടരും തയ്യാറായത്. കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നത് ഹമാസ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്ന് ആരോപിച്ച് ഇസ്രായേൽ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിവച്ചിരുന്നു. ധാതു ഖനന പുനർനിർമ്മാണ കരാറിൽ ഒപ്പുവയ്ക്കണമെന്ന് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി യുക്രൈൻ. കരാറിൽ യുക്രൈൻ ഒപ്പുവയ്ക്കും. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വൊളോഡിമിർ സെലൻസ്കി വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കെയാണ് തീരുമാനം. വെള്ളിയാഴ്ച യുഎസിലെത്തുന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കരാറിൽ ഒപ്പിടും എന്നാണ് സൂചന. അമേരിക്കയുമായി ധാതുവിഭവ കരാറിൽ ഒപ്പുവയ്ക്കാൻ യുക്രൈൻ വഴങ്ങിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ ധാതുശേഖരം അമേരിക്കയുമായി പങ്കുവയ്ക്കുന്നതിൽ വിരോധമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് യുഎസും യുക്രൈനും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. യുക്രൈനിലെ ധാതു നിക്ഷേപങ്ങൾ ഖനനം ചെയ്യാനും ധാതു വ്യവസായം വികസിപ്പിക്കാനുമാണ് കരാർ. അതേസമയം യുക്രൈന് സൈനിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതൊന്നും കരാറിലില്ല. യുക്രൈൻ പുനർനിർമ്മിക്കാൻ ഫണ്ട് രൂപീകരിക്കും. ഖനനത്തിൽ നിന്ന് യുക്രൈന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം ഈ ഫണ്ടിൽ നിക്ഷേപിക്കണം. ഗ്രാഫൈറ്റ്, ലിഥിയം, ടൈറ്റാനിയം നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് യുക്രൈൻ. കരാർ വ്യവസ്ഥകളിൽ നേരത്തെ സെലൻസ്കി എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. സൈനിക പിന്തുണ ഉറപ്പുവരുത്താതെ ഒപ്പിടില്ലെന്ന നിലപാടിലായിരുന്നു സെലൻസ്കി. ഇതിന് പിന്നാലെ ട്രംപ് സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിളിക്കുകയും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സെലൻസ്കി വഴങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സ്വീഡനിൽ സൈനിക വിമാനം തകർന്നു വീണ് 46 പേർ മരിച്ചു. ഖാർത്തൂം നഗരത്തിന് സമീപം ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. വടക്കൻ ഓംദർമാനിലെ വാദി സൈദാൻ സൈനിക വിമാനത്താവളത്തിന് സമീപമാണ് അപകടം. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ടവരിൽ സിവിലിയന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർക്ക് പരുക്കേറ്റു. പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വൃക്ക തകരാർ സംബന്ധിച്ച ആശങ്ക നീങ്ങി. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കുറഞ്ഞു. ഓക്സിജൻ സഹായത്തോടെ ചികിത്സ തുടരുന്നു.
മറ്റു വാർത്തകൾ നോക്കിയാൽ CPIM-ന്റെ നേതൃസമിതികളിൽ അംഗമായിരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് തുടരും. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അത് തുടരുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. പ്രായപരിധി മാനദണ്ഡങ്ങളിൽ ഒഴിവാകുന്ന നേതാക്കളെ തുടർന്നും പാർട്ടിയുമായി സഹകരിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 75 വയസ്സ് പിന്നിട്ട പിണറായി വിജയന് പ്രായപരിധി മാനദണ്ഡത്തിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയതാണ്. ഇത്തവണ ഇളവ് നൽകുന്നത് സംസ്ഥാന സമ്മേളനം പരിഗണിക്കുമെന്ന ചോദ്യത്തിലാണ് MV ഗോവിന്ദന്റെ സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ല, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ, ഇന്ത്യയിലാകെ ഒരാളേ ഉള്ളൂ, പിണറായി വിജയൻ. കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സംഘടന. പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്ന് പുറത്തു പോകുന്നവർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങളത് ഗൗരവപൂർവ്വമാണ് കാണുന്നത്. പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രായപരിധിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെടുന്നവരിൽ ചെറിയ നന്നായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരായിട്ടുണ്ട്. അവരെ പാർട്ടിയുടെ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് നിർത്തി അവരുടെ സേവനം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വയസ്സായി, പ്രായമായി, 75 എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജി സുധാകരനോട് എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കാതിരുന്ന ചോദ്യത്തിന് ഇതായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില പരിഭവങ്ങളും പരിഭവമൊക്കെ ഉണ്ടാവും. പരിഭവം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ലോ. ഓരോരാളുടെയും പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പ്രായമല്ല, യോഗ്യതയാണ് മാനദണ്ഡമാകേണ്ടതെന്ന് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. തനിക്ക് 10 വർഷം കൂടി പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു, പക്ഷേ ഈ മാനദണ്ഡം കൊണ്ടുവന്നുവെന്നും തനിക്കിതിൽ പരാതിയില്ല എന്നും ജി സുധാകരൻ 24നോട് പറഞ്ഞു. പിണറായി വിജയന് പ്രായപരിധി ഇളവ് അനുവദിക്കുന്നതിൽ സന്തോഷമെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യോഗ്യതയാണ്. അങ്ങനെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പ്രായപരിധി കഴിഞ്ഞെങ്കിലും പിണറായിയാണെന്ന് പാർട്ടി തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അങ്ങനെ തീരുമാനിക്കുമെന്ന് ഗോതമാഷ് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം അല്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നതല്ല. എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതി ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ ഗോതമാഷിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കും. അടൂർ പ്രകാശോ ബെന്നി ബെഹ്നാനോ KPCC പ്രസിഡന്റായേക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. കെ സുധാകരന് പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP-യും രംഗത്ത് വന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാകും നറുക്കുവീഴുക. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകും. ഏത് തീരുമാനവും അനുസരണയോടെ അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ. ആയിക്കോട്ടെ, മാറ്റിയാലെന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഡോക്ടർ ശശി തരൂർ MP. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോട്ടെ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന അസമിലും PCC അധ്യക്ഷനെ മാറ്റും. ഗൗരവ് ഗൊഗോയ് PCC അധ്യക്ഷനായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. തിരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തേടും. 24 ഡൽഹി.
സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ വീണ്ടും നടപടിയുമായി പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് കൂടി പോലീസ് നോട്ടീസ് അയച്ചു. ആശാ വർക്കേഴ്സിന്റെ സമരം ഏറ്റെടുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. സമരക്കാരെ അധിക്ഷേപിച്ച് ഇന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം രംഗത്തെത്തി. മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത ജോസഫ് സി മാത്യു, ഡോക്ടർ KG താര, ഡോക്ടർ MB മത്തായി തുടങ്ങിയ 14 പേർക്കാണ് നോട്ടീസ്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഭയപ്പെടില്ലെന്നായിരുന്നു സമരക്കാരുടെ മറുപടി. ഈ കേസുകളെല്ലാം വ്യാജ കേസുകളാണെന്നറിയാം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ളൊരു കലാപ പരിശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതിൽ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ്. ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണത്. കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല, പിന്നെ പിരിച്ചുവിടാൻ എന്ത് ആശങ്കയാണ്? ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുത്ത് വിവിധ സമരപരിപാടികൾക്ക് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും NHMന്റെ വിവാദ സർക്കുലർ കത്തിക്കും. അടുത്ത മാസം 3-ന് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP സമരവേദിയിലെത്തി. 7000 രൂപ ശമ്പളം തീരെ പോരാ. മൻറേഗയിൽ പോയിട്ട് തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ കൂടി അതിനും കാട്ടിയാണ് കൊടുക്കുക. അപ്പോൾ ഇത് ശരിയല്ല എന്ന് ഒരു സംശയവുമില്ല. എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. അത് 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. അതേസമയം ഇന്നും സമരക്കാരെ അധിക്ഷേപിക്കുന്ന പ്രതികരണമായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റേത്. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. സർക്കാരിന്റെ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്ന് മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. സമരത്തിൽ ന്യായമായ പരിഹാരം ആവശ്യപ്പെടണമെന്നാണ് നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. സമരത്തെ പിന്തുണച്ച CPI നേതാവ് ആനി രാജയും സർക്കാരിനെ വിമർശിച്ച് KK ശിവരാമനും രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുകയാണ് വേണ്ടതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് സമാപനം. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് തീർത്ഥാടക സംഗമം സമാപിച്ചത്. 64 കോടിയിലേറെ തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പങ്കെടുത്തുവെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്ക്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ജനുവരി 13-ന് കുംഭമേള ആരംഭിച്ച ശേഷം 63.36 കോടി തീർത്ഥാടകർ പുണ്യസ്നാനം ചെയ്തുവെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ പ്രതിദിനം 1.25 കോടിയോളം തീർത്ഥാടകർ സ്നാനത്തിനെത്തി. അവസാന ദിനമായ മഹാശിവരാത്രി സ്നാനത്തിനായി 2 കോടിയോളം തീർത്ഥാടകരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതിലുമേറെ തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ എത്തി. വളരെ സുഖമുള്ളൊരു അനുഭവമാണ്. ഒരുപാട് സന്തോഷം. നാട്ടിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളായ കാരണം എത്തിപ്പെടാൻ സാധിച്ചില്ല ഇത്രയും ദിവസങ്ങളിൽ. എങ്കിലും മിസ് ചെയ്യരുതെന്നുള്ള ആഗ്രഹത്തിൽ അവസാന നിമിഷമാണെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് വരികയായിരുന്നു. മഹാകുംഭമേളയിലെ 6 അമൃത സ്നാനങ്ങളിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാനമാണ് മഹാശിവരാത്രിയിലേത്. വൻ ജനത്തിരക്കിനെ തുടർന്ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മേളനഗരിയിൽ ഒരുക്കിയത്. നേരത്തെയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജനത്തിരക്ക് കൈകാര്യം ചെയ്യാനും വൈദ്യസഹായത്തിനും ശുചീകരണത്തിനുമെല്ലാം സർക്കാർ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി. പ്രയാഗ്രാജിൽ നിന്നും 350ഓളം പ്രത്യേക ട്രെയിനുകൾ ക്രമീകരിച്ചു. 2027-ൽ നാസിക്കിലാകും അടുത്ത കുംഭമേള. 2031-ലാകും പ്രയാഗ്രാജിൽ വീണ്ടും കുംഭമേള നടക്കുക. കഴിഞ്ഞ 45 ദിവസങ്ങൾ ജനസഹസ്രങ്ങളാണ് ഈ ത്രിവേണി സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയത്. 144 വർഷങ്ങൾക്ക് ശേഷമുള്ള മഹാകുംഭമേളയ്ക്ക് ശേഷം ഇനി മറ്റൊരു കുംഭമേളയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രയാഗ്രാജ്. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഈ വർഷത്തെ N രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ ഷബാന ആസ്മി ഏറ്റുവാങ്ങി. ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ MP-യാണ് അവാർഡ് നൽകിയത്. പ്രമുഖ പത്രപ്രവർത്തകൻ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച N രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരമാണ് ഷബാന ആസ്മിക്ക് സമ്മാനിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും 24 എഡിറ്റർ ഇൻചാർജുമായ PP ജെയിംസ് സ്വാഗതം പറഞ്ഞു. സംഘടനാ പ്രസിഡന്റും കവിയുമായ പ്രഭാവർമ്മ അധ്യക്ഷത വഹിച്ചു. മുൻഷി സെക്രട്ടറിയും പ്രമുഖ കവിയുമായ K ജയകുമാർ K രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 24 തിരുവനന്തപുരം.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്ത്. അഫ്ഗാനിസ്ഥാനോട് 8 റണ്ണിന് പരാജയപ്പെട്ടു. 326 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 317 ഓൾ ഔട്ടായി. 177 റൺസ് എടുത്ത ഇബ്രാഹിം സർദാന്റെ മികവിലാണ് അഫ്ഗാനിസ്ഥാൻ മികച്ച ടോട്ടലിൽ എത്തിയത്. മറുപടി ബാറ്റിംഗിൽ ജോ റൂട്ട് സെഞ്ചുറി നേടി പിടിച്ചുനിന്നുവെങ്കിലും ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. അഫ്ഗാനിസ്ഥാനായി അസ്മത്തുള്ള ഒമർസായി 5 വിക്കറ്റ് നേടി. അടുത്ത കളിയിൽ ഓസ്ട്രേലിയയോട് വിജയിച്ചാൽ അഫ്ഗാനിസ്ഥാന് സെമിയിൽ കയറാം. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.